വെൽക്കം ബാക്ക് ടു ഓൾ. എസ്റ്റിമേഷൻ എന്ന പാഠഭാഗത്തെ രണ്ടാമത്തെ വീഡിയോ ആണിത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെക്നിക്കൽ ടേംസ്, എസ്റ്റിമേഷൻ്റെ ടെക്നിക്കൽ ടേംസ് ആണ് പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിൽ അടുത്ത ടെക്നിക്കൽ ടേമാണ് സബ് ഹെഡ് ഐറ്റം ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റിൽ സിമിലർ നേച്ചറുള്ള വർക്കിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് സബ് ഹെഡ് ഐറ്റം ഓഫ് വർക്ക് എന്ന് പറയുന്നത്. എന്താണ്? ഒരു പ്രൊജക്റ്റിൽ ഒരുപോലെയുള്ള വർക്കിനെ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് സബ് ഹെഡ് ഐറ്റം ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് നമ്മൾ തുടങ്ങുകയാണ്, ഒരു വർക്ക് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കും? അടുത്ത വർക്ക് എക്സ്കവേഷൻ ചെയ്യും അല്ലേ? പിന്നെ അതുമാത്രമല്ല, ആ ഒരു കെട്ടിടമാണ് നിർമ്മിക്കുന്നതെങ്കിൽ അവിടെ വുഡൻ വർക്ക് ഉണ്ടാവും, മരം കൊണ്ടുള്ള വർക്ക് ഉണ്ടാവും, സ്റ്റീൽ കൊണ്ടുള്ള വർക്ക് ഉണ്ടാവും, കോൺക്രീറ്റ് കൊണ്ടുള്ള വർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ വർക്കിനെയും തരംതിരിക്കുന്നതിനെയാണ് നമ്മൾ സബ് ഹെഡ് ഐറ്റം ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ ഗ്രൂപ്പാക്കിയില്ലേ? മരം കൊണ്ടുള്ള വർക്കിനൊരു ഗ്രൂപ്പായി, അതേപോലെ സ്റ്റീൽ കൊണ്ടുള്ള വർക്കിനൊരു ഗ്രൂപ്പാക്കി, അതുപോലെ കോൺക്രീറ്റ് വർക്കിനൊരു ഗ്രൂപ്പാക്കി. അങ്ങനെ ഓരോന്നിനും ഗ്രൂപ്പ് ആക്കുന്നതിനെയാണ് സബ് ഹെഡ് ഐറ്റം ഓഫ് വർക്ക് എന്ന് പറയുന്നത്. നോക്കുക, ഇതിൽ സബ് ഹെഡ് ഐറ്റം ഓഫ് വർക്ക് എന്ന് പറയുന്നത് വർക്ക്സ് ലൈക്ക് എർത്ത് വർക്ക്, കോൺക്രീറ്റ് വർക്ക്, ബ്രിക്ക് വർക്ക് എക്സെട്ര. അണ്ടർ ഈച്ച് സബ് ഹെഡ് ദി ആർ ഡിഫറെൻറ്റ് ഐറ്റം ഓഫ് വർക്ക്. ഓക്കെ, ഒരു വർക്കിൽ തന്നെ എർത്ത് വർക്ക്, അതേപോലെ തന്നെ കോൺക്രീറ്റ് കൊണ്ടുള്ള വർക്ക്, ബ്രിക്ക് കൊണ്ടുള്ള വർക്ക്, അങ്ങനെ ഓരോന്നായി തരംതിരിക്കുന്നതിനെയാണ് സബ് ഹെഡ് ഐറ്റം ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? സബ് വർക്കാണ്. ഒരു വലിയ പ്രൊജക്റ്റിനെ ചെറിയ വർക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് സബ് വർക്ക് എന്ന് പറയുന്നത്. ലാർജ് പ്രൊജക്റ്റ് മേ കൺസിസ്റ്റ് ഓഫ് സ്മോൾ ബിൽഡിംഗ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് ഈച്ച് ഓഫ് സബ് വർക്ക് ഈസ് പ്രിപ്പയർഡ് സെപ്പറേറ്റ്ലി. ഒരു വലിയ പ്രൊജക്റ്റ് ആണെങ്കിൽ അതിൽ തന്നെ ചെറിയ ചെറിയ ബിൽഡിങ്സ് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അതിന് അങ്ങനെ ഓരോ വർക്കിനെയാണ് നമ്മൾ സബ് വർക്ക് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമുക്കൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കണം. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ പല കെട്ടിടങ്ങളും നമുക്ക് നിർമ്മിക്കേണ്ടതായിട്ട് വരില്ലേ? ഡോക്ടേഴ്സിൻ്റെ ക്വാർട്ടേഴ്സ് നിർമ്മിക്കേണ്ടി വരും, കിച്ചൺസ്, കാഷ്വാലിറ്റീസ് നിർമ്മിക്കേണ്ടി വരും, റോഡ്സ്, ക്യാൻറ്റീൻസ്, അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ബിൽഡിങ് നിർമ്മിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള വർക്കാണ്, ഓരോ ബിൽഡിങ്ങിനെയും നിർമ്മിക്കുന്ന വർക്കാണ് എന്തെന്ന് പറയുന്നത്? സബ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടെൻഡർ എന്താണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം പ്രൊജക്റ്റ്, നമ്മളൊരു വർക്കിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റും എസ്റ്റിമേഷനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പം ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കരാറുകാരെ ക്ഷണിക്കുന്നതിനെയാണ് നമ്മൾ ടെൻഡർ എന്ന് പറയുന്നത്. ടെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? കരാർ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ വർക്ക് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ട് കോൺട്രാക്ടർമാരെ ക്ഷണിക്കുന്ന അല്ലെങ്കിൽ കരാർ ക്ഷണിക്കുന്നതിനെയാണ് ടെൻഡർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ഫ്രം ഓണർ ടു ദ കോൺട്രാക്ടർ ടു എക്സിക്യൂട്ട് സം വർക്ക് അറ്റ് സ്പെസിഫൈഡ് കോസ്റ്റ് ഇൻ സ്പെസിഫൈഡ് ടൈം. എന്താ അത് പറയുന്നത്? ഒരു ഓണർ, ഇതിൻ്റെ ഓണർ എന്ത് ചെയ്യും? ഈ ഒരു വർക്ക് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ട് കോൺട്രാക്ടർമാരിനെ എങ്ങനെ ഏറ്റെടുത്ത് നടക്കാൻ അലൗഡ് ചെയ്തിട്ടുള്ള ടൈമിനും, അതേപോലെ അതായത് അത് പ്രകാരമുള്ള സമയത്തും, അതേപോലെ തന്നെ ആ ഒരു അതിൻ്റെ ചെലവും, അതേപോലെ തന്നെ അതിൻ്റെ സമയവും പരിഗണിച്ചുകൊണ്ട്, അതായത് അതിൻ്റെ ലിമിറ്റിനുള്ളിൽ തന്നെ ആ ഒരു വർക്ക് ഏറ്റെടുത്ത് നടത്താൻ കരാറുകാരെ ക്ഷണിക്കുന്നതിനെയാണ് ടെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെൻഡർ പബ്ലിഷ് ചെയ്യുന്നത് ഒരു നോട്ടീസ് ആയിട്ടാണ്. ഇറ്റ് ഈസ് പബ്ലിഷ് ഇൻ ദ ഫോം ഓഫ് ടെൻഡർ നോട്ടീസ്. ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടാവും, പിന്നെ നോട്ടീസ് ബോർഡിൽ, ഗസറ്റ്സിൽ, അവിടെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ടെൻഡറിൻ്റെ നോട്ടീസ് കാണാൻ പറ്റും. ഓക്കെ, ഇനി ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് പറയേണ്ടത്. അപ്പം ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് പോലെയുള്ള ഒരു ടാബുലാർ കോളം ആണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസിന് ഉണ്ടാവുക. അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമ്മൾ പറയാൻ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിലൊരു അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് ഉണ്ട്, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടാബുലാർ കോളം ഉണ്ടാവുക. അപ്പോൾ നോക്കൂ, ഇതിൽ ടാബുലാർ കോളാണ് മുകളിൽ തന്നിട്ടുള്ളത്. അതിൽ സീരിയൽ നമ്പർ ഉണ്ടാവും. ഓക്കെ, ഈ നമ്പർ എത്രാമത്തേതാണ്? ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു, ജനറൽ സ്പെസിഫിക്കേഷൻ ആണ് ഈ ഐറ്റത്തിന് അവിടെ കൊടുക്കേണ്ടത്. ഐറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ, അതൊരു ഐറ്റമാണ്. എർത്ത് വർക്ക് എക്സ്കവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ
പ്ലിന്തിൻ്റെ കാര്യങ്ങൾ, അടുത്തത് പിന്നെ വാൾ വർക്ക്, അങ്ങനെ ഓരോ വർക്കും ഐറ്റമായിട്ട് എഴുതുകയാണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ ക്വാണ്ടിറ്റി, അതിന് എത്ര ക്വാണ്ടിറ്റി വേണം അതാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ ആ ക്വാണ്ടിറ്റീൻ്റെ യൂണിറ്റാണ് അവിടെ എഴുതുന്നത്, അടുത്ത കോളം യൂണിറ്റ്. പിന്നെ റേറ്റ്, ഓക്കെ, ഇതിനെത്ര റേറ്റ് ആവുന്നു, ആ റേറ്റിൻ്റെ യൂണിറ്റാണ് അടുത്ത കോളം. ലാസ്റ്റ് ടോട്ടൽ എമൗണ്ട്. അപ്പം ഈ ടെൻഡർ ക്ഷണിക്കുന്ന സമയത്ത് ഈ ഒരു ബിൽ ഓഫ് ക്വാണ്ടിറ്റി പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്ടർക്ക് നൽകും. അപ്പോൾ അതിൽ ഈ റേറ്റിൻ്റെ കോളവും എമൗണ്ടിൻ്റെ കോളവും ബ്ലാങ്ക് ആയിരിക്കും, അവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ കോൺട്രാക്ടർമാർ, ഈ ടെൻഡറിന് വരുന്ന കോൺട്രാക്ടർമാർ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതായത് അവർ ഇപ്പോൾ ഒരു 4 ലക്ഷത്തിൻ്റെ വർക്കാണെങ്കിൽ അവർക്ക് എത്ര അതിലും കുറവായിട്ട് ചെയ്യാൻ കഴിയുമോ എന്ന്, അങ്ങനെ കുറവായിട്ട് പൂരിപ്പിച്ച് നൽകുന്ന ടെൻഡറാണ്. അങ്ങനെ ഏത് കോൺട്രാക്ടർമാരാണോ ഈ 4 ലക്ഷത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ അതിലും കുറവ് എമൗണ്ട് വരുന്ന രീതിയിൽ സബ്മിറ്റ് ചെയ്യുന്നത്, ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്നത്, അങ്ങനെ ആ ടെൻഡറാണ് ഓണർ എന്ത് ചെയ്യുക, അപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 4 ലക്ഷത്തിൻ്റെ പ്രൊജക്റ്റ് ആണെങ്കിൽ അതിലും കുറവ് എമൗണ്ട് വരുന്ന രീതിയിൽ ആ വർക്ക് ചെയ്യാൻ പറ്റുന്ന കോൺട്രാക്ടറാണ് ആ ഒരു ടെൻഡറാണ് അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ടാബുലാർ ഫോമാണ്, അതിൽ റേറ്റും എമൗണ്ടിൻ്റെയും കോളം എന്തായിരിക്കും, ബ്ലാങ്ക് ആയിരിക്കും, അതിലൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുമ്പം കോൺട്രാക്ടർക്ക് ഫില്ല് ചെയ്യാൻ കൊടുക്കുന്ന ഒരു പീസ് ഓഫ് പേപ്പറാണിത്. അതിൽ റേറ്റും എമൗണ്ടിൻ്റെ കോളം എന്തായിരിക്കും, ബ്ലാങ്ക് ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ് കൊട്ടേഷൻ? നമ്മൾ ഈ ടെൻഡർ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബിൽ ഓഫ് ക്വാണ്ടിറ്റി സബ്മിറ്റ് ചെയ്യുന്നില്ലേ, അതിനെയാണ് നമ്മൾ കൊട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ഫോർ എ സ്മോൾ ജോബ് ദ ഓണർ ഓർ എഞ്ചിനീയർ ഗീവ് ആൻ ഓഫർ ടു കോൺട്രാക്ടർ ഫോർ ക്വാർട്ടിംഗ് ദ റേറ്റ് ഓഫ് വർക്ക് ആൻഡ് സപ്ലൈസ് റിക്വയർഡ്, നോ EMD ഈസ് റിക്വയർഡ് വിത്ത് കൊട്ടേഷൻ. അതായത് ടെൻഡർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് കൊട്ടേഷൻ എന്ന് പറയാം. ഓക്കെ, ടെൻഡർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊട്ടേഷൻ എന്നുള്ള വാക്കാണ് ഉണ്ടാവുക. ഇനി അടുത്ത് ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് ആണ്. എന്താണ് ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പോൾ ഈ ബിൽ ഓഫ് ക്വാണ്ടിറ്റി ഒക്കെ സബ്മിറ്റ് ചെയ്യില്ലേ, നേരത്തെ പറഞ്ഞ ബിൽ ഓഫ് ക്വാണ്ടിറ്റി സബ്മിറ്റ് ചെയ്യുമ്പം കുറച്ച് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനോടൊപ്പം സബ്മിറ്റ് ചെയ്യണം. എന്തിനാണ് ഈ എമൗണ്ട് സബ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഥവാ അവർക്ക് ഈ കോൺട്രാക്ടർക്ക് ഈ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് അത് ഏറ്റെടുത്ത് നടത്തും എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ എമൗണ്ട് എന്ത് ചെയ്യുന്നത്, ഈ ബിൽ ഓഫ് ക്വാണ്ടിറ്റി സബ്മിറ്റ് ചെയ്യുമ്പോൾ നൽകുന്നത്. ഓക്കെ, ഇനിയിപ്പം എന്താണ്, അയാൾക്ക് ആ വർക്ക് കിട്ടി, അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്ടർക്ക് ആ വർക്ക് കിട്ടിയെങ്കിൽ എന്ത് ചെയ്യും, ഈ EMD എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കും, റീഫണ്ട് ചെയ്യും. ഓക്കെ, സാധാരണ 2% എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ 2% നമ്മൾ ഏർണസ്റ്റ് മണി ഡിപ്പോസിറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ദ എമൗണ്ട് ഓഫ് മണി ടു ബി ഡിപ്പോസിറ്റഡ് അലോങ് വിത്ത് ടെൻഡർ ഡോക്യുമെൻറ്റ് ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ദ കോൺട്രാക്ടർ ക്വാട്ടിങ് എ ടെൻഡർ. അതായത് ടെൻഡർ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ബിൽ ഓഫ് ക്വാണ്ടിറ്റിക്ക് ഒപ്പം എന്ത് ചെയ്യുന്നു, ഈ കോൺട്രാക്ടർമാർ ഒരു കുറച്ച് എമൗണ്ട് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, എന്തിനാണ് ഇത് സബ്മിറ്റ് ചെയ്യുന്നത്, ഒരു ഗ്യാരൻറ്റിയാണ് എഗെയിൻസ്റ്റ് ദ റിഫ്യൂസൽ ഓഫ് എനി കോൺട്രാക്ടർ ടു ടേക്ക് എ വർക്ക് ആഫ്റ്റർ അക്സെപ്റ്റൻസ് ഓഫ് ഹിസ് ടെൻഡർ. ഇൻ കേസ് ഓഫ് റിഫ്യൂസൽ ദിസ് എമൗണ്ട് ബി ഫോർഫിറ്റഡ്. എന്താ പറയുന്നത്, ഇപ്പോൾ അഥവാ അയാൾക്ക് വർക്ക് കിട്ടി, ഒരു കോൺട്രാക്ടർക്ക് വർക്ക് കിട്ടി, പക്ഷേ അയാൾക്ക് അത് ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെയാണെങ്കിൽ ആ പൈസ എന്ത് ചെയ്യും, ഒരിക്കലും അയാൾക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കില്ല, തിരിച്ച് കിട്ടൂല. ഓക്കെ, മനസ്സിലാക്കുക. എന്താണ്, നമ്മളിപ്പം EMD സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ടെൻഡറിനൊപ്പം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആ ടെൻഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റെടുത്ത് നടത്തുമ്പോൾ മാത്രമേ ആ ടെൻഡർ റീഫണ്ട് ചെയ്യുള്ളൂ. ഇനി അയാൾക്ക് ആ കോൺട്രാക്റ്റ് കിട്ടിയിട്ടും അയാളത് ചെയ്യാതിരുന്നാൽ എന്ത് ചെയ്യും, ആ എമൗണ്ട് തിരിച്ച് റീഫണ്ട് ചെയ്ത് തരില്ല. പിന്നെ ഇപ്പോൾ ടെൻഡർ കിട്ടിയില്ല എന്ന് വിചാരിക്കാം, അപ്പോൾ അയാൾക്ക് ടെൻഡർ കിട്ടുകയേ ചെയ്തിട്ടില്ല, അപ്പോഴും എന്ത് ചെയ്യും, എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി എന്താണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്? ഇപ്പം ടെൻഡർ ഇപ്പോൾ ഒരു കോൺട്രാക്ടർക്ക് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ അയാൾക്ക് ടെൻഡർ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യണം, സെക്യൂരിറ്റിക്കായിട്ട് കൊടുക്കണം. അതിനെയാണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ കോൺട്രാക്ടർ അയാൾ ആ ഒരു വർക്കിൻ്റെ ഓർഡറിലാണോ വർക്ക് ചെയ്യുന്നത്, അതായത് അയാൾ കള്ളത്തരങ്ങളൊന്നും ഇല്ലാതെ ആ വർക്ക് ഓർഡറിൽ തന്നെയാണോ അയാളെ വർക്ക് പോകുന്നത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിപ്പോസിറ്റ് നൽകുന്നത്. കാരണം അയാളിപ്പോൾ ഒരു കോൺട്രാക്ടർ എന്തെങ്കിലും തിരിമറിയോ
തിരിമറി നടത്തിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിന് വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് വിചാരിച്ചോ. അപ്പോഴൊക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റിലെ പൈസ എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അവർക്ക് ഈ കോൺട്രാക്ടർ സബ്മിറ്റ് ചെയ്ത ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റിൽ നിന്ന് പൈസ പിൻവലിക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പം കോൺട്രാക്ടർ കംപ്ലീറ്റ് ആക്കി പറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല രീതിയിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് തിരിച്ചു നൽകും. സാധാരണ എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ 10% സെക്യൂരിറ്റി ഡിപ്പോസിറ്റായിട്ട് നൽകുന്നത്. ഇനി നമുക്ക് ക്വാണ്ടിറ്റി സർവേ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എസ്റ്റിമേഷൻ പറയുന്ന സമയത്ത് പറഞ്ഞായിരുന്നു. എസ്റ്റിമേഷൻ എന്തായിരുന്നു, നമ്മളിപ്പം ഒരു വർക്ക് തുടങ്ങുന്നതിന് മുന്നേ അതിന് എത്ര കോസ്റ്റ് വരും, അതിന് എത്ര ചിലവ് വരുമെന്ന് മുൻകൂട്ടി കണക്കാക്കുന്നതാണ് എസ്റ്റിമേഷൻ എന്ന് പറയും. എസ്റ്റിമേഷൻ ചെയ്യുന്നതിന് മുന്നേ ഓരോ വർക്കിൻ്റെയും ക്വാണ്ടിറ്റി നമ്മൾ കണക്കാക്കും. അതിനെയാണ് ക്വാണ്ടിറ്റി സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ ഷെഡ്യൂൾ ഓഫ് റേറ്റ്, നമ്മൾ ഈ മെറ്റീരിയൽസ്, ലേബേഴ്സ്, അതിൻ്റെയൊക്കെ റേറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രിൻ്റഡ് ബുക്കാണ് ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിച്ച് വരുന്നത് കേട്ടോ. ഇനി എന്താണ് ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഫ്ലോർ ഇൻ ബിറ്റ്വീൻ വാൾ, ഡോർ, സിൽ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. അതായത് ഈ ഭിത്തികൾക്ക് ഇടയിലുള്ള ടോട്ടൽ ഏരിയയാണ് ഫ്ലോർ ഏരിയ എന്ന് പറയാം. എന്താണ്, ഭിത്തികൾക്കിടയിലുള്ള ടോട്ടൽ ഏരിയയാണ് ഫ്ലോർ ഏരിയ. അപ്പോൾ ഇതെങ്ങനെ കിട്ടും ഈ ഫ്ലോർ ഏരിയ? ഈ പ്ലിന്ത് ഏരിയയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, വാളിൻ്റെ തിക്നെസ്, വാളിൻ്റെ കനം കുറച്ച് കഴിഞ്ഞാൽ, വാളിൻ്റെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഫ്ലോർ ഏരിയ കിട്ടും. ഓക്കെ, ഇതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, ഈ വാതിലിൻ്റെയും മറ്റ് ഓപ്പണിങ്, അതുപോലെ തന്നെ ഇപ്പോൾ പില്ലറിൻ്റെയൊക്കെ തൂണുകളൊക്കെ സപ്പോർട്ട്, അതൊക്കെ ഇതിൽ ഉൾപ്പെടും, ഫ്ലോർ ഏരിയയിൽ ഉൾപ്പെടും. ഓക്കെ, ഇനി ഞാൻ ഫ്ലോർ ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി കാർപ്പറ്റ് ഏരിയ ആണ് പറയാനുള്ളത്. അപ്പോൾ കാർപ്പറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ ഏരിയ ആണ്, ലിവബിൾ ഏരിയ എന്നൊക്കെ പറയാറുണ്ട്. യൂസ്ഫുൾ ഏരിയ ഓഫ് ഒരു കെട്ടിടത്തിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ, യൂസ്ഫുൾ ഏരിയ ഉപയോഗിക്കുന്ന ഏരിയയാണ് നമ്മൾ കാർപ്പറ്റ് ഏരിയ എന്ന് പറയാം. ഓക്കെ, കാർപ്പറ്റ് ഏരിയയിൽ എന്തൊക്കെയാണ് കാർപ്പറ്റ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്ന് നമുക്ക് നോക്കാം. സാധാരണ കാർപ്പറ്റ് ഏരിയയിൽ സർക്കുലേഷൻ ഏരിയ ഇൻക്ലൂഡ് ചെയ്യാറില്ല. എന്താണ് സർക്കുലേഷൻ ഏരിയ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സർക്കുലേഷൻ ഏരിയ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, സാനിറ്ററി അക്കോമഡേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കിച്ചൺ, അടുക്കള, പാൻട്രി, സ്റ്റോറുകളൊന്നുമില്ല, വരാന്തകൾ ഉൾപ്പെടുന്നില്ല, കോറിഡോർ ആൻഡ് പാസേജസ് ഇല്ല, സ്റ്റോറുകൾ, എൻട്രൻസ് ഹാൾ ആൻഡ് പോർച്ചസ്, സ്റ്റെയർ കേസ്, ലിഫ്റ്റ്, ഷാഫ്റ്റ്, ടോയ്ലറ്റ്, വാഷ്റൂം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർപ്പറ്റ് ഏരിയ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു യൂസ്ഫുൾ ഏരിയ ആണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ ആണ് കാർപ്പറ്റ് ഏരിയ. പക്ഷേ കാർപ്പറ്റ് ഏരിയയിൽ ചില ഏരിയകൾ ഉൾക്കൊള്ളുന്നില്ല. അതായത് നമ്മളെ സർക്കുലേഷൻ ഏരിയ, എന്താ സർക്കുലേഷൻ ഏരിയ എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആ സർക്കുലേഷൻ ഏരിയ ഉൾക്കൊള്ളുന്നില്ല, കിച്ചൺ ഉൾപ്പെടുന്നില്ല, സ്റ്റോറുകൾ ഉൾപ്പെടുന്നില്ല, വരാന്തകൾ ഉൾപ്പെടുന്നില്ല. ഓക്കെ, ഇത്രയും ഉൾപ്പെടുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി സാധാരണ ഒരു ഓഫീസ് ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ 60% മുതൽ 75% പ്ലിന്ത് ഏരിയയുടെ 60 മുതൽ 75% വരെ കാർപ്പറ്റ് ഏരിയ ആണ്. ഓക്കെ, കാരണം ഓഫീസ് ബിൽഡിംഗ് ഒക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ, കൂടുതൽ ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പം അവിടുത്തെ കാർപ്പറ്റ് ഏരിയ പറഞ്ഞാൽ പ്ലിന്ത് ഏരിയയുടെ 60 മുതൽ 75% വരെയാണ്. ഇനി നോക്കാം നമുക്ക് എന്താണുള്ളത്, ഇപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്, നമ്മൾ താമസിക്കുന്ന വീടുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് 50% മുതൽ 65% ഓഫ് പ്ലിന്ത് ഏരിയ ആണ് കാർപ്പറ്റ് ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ പ്ലിന്ത് ഏരിയ, നമ്മൾ നേരത്തെ ഫ്ലോർ ഏരിയ പറഞ്ഞു അല്ലേ. അപ്പോൾ ഫ്ലോർ ഏരിയ പറഞ്ഞപ്പോൾ പ്ലിന്ത് ഏരിയ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പ്ലിന്ത് ഏരിയ എന്നുള്ള വാക്ക്. അപ്പോൾ എന്താണ് പ്ലിന്ത് ഏരിയ എന്ന് നോക്കാം. ഇത് ഞാൻ മുന്നേ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ build-up covered area of building measured at floor level of any story including wall thickness. അതായത് ഓരോ നിലയിലെയും ടോട്ടൽ ഏരിയ ആണ് പ്ലിന്ത് ഏരിയ എന്ന് പറയാം. അതിലെന്തൊക്കെ ഉൾപ്പെടും, ഭിത്തിൻ്റെ ഏരിയയും ഉൾപ്പെടും. ഓക്കെ, അതാണ് പ്ലിന്ത് ഏരിയ. പ്ലിന്ത് ഏരിയയിൽ നിന്നും വാളിൻ്റെ ഏരിയ കുറച്ചാൽ നമുക്ക് ഫ്ലോർ ഏരിയ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്ലിന്ത് ഏരിയയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നില്ല എന്ന് ഞാൻ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോർട്ട്യാർഡ്, നടുമുറ്റം ഉൾപ്പെടുന്നില്ല.
അതേപോലെ കാൻറ്റിലീവർ പ്രൊജക്ഷൻ. കാൻറ്റിലീവർ പ്രൊജക്ഷൻ നമ്മൾ കെട്ടിടത്തിൽ ഏത് ഭാഗമാണ്? സൺഷെയ്ഡൊക്കെ കാൻറ്റിലീവർ പ്രൊജക്ഷനാണ്. ഒരു ഭാഗം മാത്രം സപ്പോർട്ട് ഉണ്ടാവും, മറ്റേ ഭാഗം സപ്പോർട്ട് ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ഏരിയ ഓഫ് ലോഫ്റ്റ്. ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ മച്ചിൻപുറമാണ്, തട്ടുംപുറം എന്നൊക്കെ പറയും. അതൊന്നും പ്ലിന്ത് ഏരിയയിൽ ഉൾപ്പെടാറില്ല. പിന്നെ അതേപോലെ ബാൽക്കണികൾ, ഓപ്പൺ ഏരിയ, അതൊന്നും നമ്മുടെ പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ. ഇനി ടാസ്ക് ഓർ ഔട്ടേൺ വർക്ക് എന്ന് പറയാം. അപ്പം നമ്മൾ എസ്റ്റിമേഷനൊക്കെ ചെയ്യുമ്പം നമുക്ക് ഡെയിലി എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. അതായത് ഡെയിലി വർക്കിന് കൊടുക്കാറുണ്ട്. ഡെയിലി വർക്കിൻ്റെ ബേസിസിൽ നമ്മൾ കൂലി നൽകാറുണ്ട്. അപ്പോൾ ഒരു ടാസ്ക് ഓർ ഔട്ടേൺ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ദ കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക് ബൈ ആൻ ആർട്ടിഷ്യൻ ഓർ സ്കിൽഡ് ലേബർ ഇൻ ദ ഫോം ഓഫ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് പെർ ഡേ ഈസ് നോൺ ആസ് ടാസ്ക് ഓർ ഔട്ടേൺ ഓഫ് ലേബർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഒരു തൊഴിലാളിയുടെ ഒരു ദിവസം വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഔട്ടേൺ ഓഫ് ലേബർ എന്ന് പറയാം. എന്താണ്? ഒരു ലേബറിന് ഒരു ദിവസം ചെയ്യാൻ കഴിയുന്ന ക്വാണ്ടിറ്റി ഓഫ് വർക്കിനെയാണ് ഔട്ടേൺ ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഇത് ലേബറിൻ്റെ കപ്പാസിറ്റിയാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് ഔട്ടേൺ ഓഫ് വർക്ക് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഈ ഒരു വീഡിയോയോട് കൂടി നമ്മൾ ടെക്നിക്കൽ ടേംസ് എന്ന ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.